വാർത്തകളിലേക്ക്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അജ്മൽ പിടിയിൽ. ശാസ്താംകോട്ട പാതാരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസ് ചുമത്തി പോലീസ് കേസെടുത്തു. അജ്മലും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നുവെന്നും സ്ഥിരീകരണം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നുണ്ട്. ആന്റണി, ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇപ്പോൾ പ്രതികൾക്കെതിരെ ഈ കേസിൽ അജ്മൽ, കരുനാഗപ്പള്ളി സ്വദേശി അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അജ്മലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മനഃപൂർവ്വമുള്ള നരഹത്യയാണ്. മാത്രമല്ല, അലക്ഷ്യമായി വാഹനമോടിക്കൽ എന്നീ വകുപ്പ് കൂടി ഇപ്പോൾ അജ്മലിന് എതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വാഹനം അപകടം നടക്കുന്ന ഘട്ടത്തിൽ ഈ ഡ്രൈവർ അജ്മൽ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. എഫ്ഐആറിൽ പറയുന്നത് ഈ ജീവന് ഭീഷണി സംഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഈ അജ്മൽ കാറ് മുന്നോട്ട് എടുത്ത് ഈ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ മദ്യലഹരിയിലാണ് എന്നുള്ള കാര്യവും കൂടി കണ്ടെത്തിയതോടുകൂടി മോട്ടോർ വാഹന നിയമപ്രകാരം അലക്ഷ്യമായി വാഹനം ഓടിക്കൽ എന്നീ വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ വൈകുന്നേരം 5:45 കൂടിയാണ് മൈനാഗപ്പള്ളിയിൽ ഈ അപകടം ഉണ്ടാകുന്നത്. എതിരെ വന്ന ഈ സ്കൂട്ടറിനെ കുഞ്ഞുമോളും അതുപോലെ തന്നെ ബന്ധുവായ ഫൗസിയും സഞ്ചരിച്ച സ്കൂട്ടർ ഈ അജ്മൽ വന്ന കാറ് ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞുമോളും ഫൗസിയും തെറിച്ചുപോയി. കുഞ്ഞുമോൾ വന്നു വീണത് ഈ കാറിന് തൊട്ട് മുന്നിലാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഓടി വന്ന് അജ്മലിനോട് കാറ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ അത് കൂട്ടാക്കിയില്ല. അജ്മൽ ആ കാറ് മുന്നോട്ടെടുക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കുഞ്ഞുമോൾ ആ കാറിന്റെ ടയറിന് മുന്നിൽ കിടക്കുന്നുണ്ട്. അത് അറിയാമായിരുന്നിട്ടും അജ്മൽ ആ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നാട്ടുകാരടക്കം പുറകെ ഓടിയിട്ടും ഈ അജ്മൽ വാഹനം നിർത്താൻ തയ്യാറായില്ല. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. ഈ വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ അജ്മലിനെ കിട്ടിയിരുന്നില്ല. അങ്ങനെ പോലീസ് അജ്മലിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെ ശാസ്താംകോട്ട പാതാരത്ത് നിന്നാണ് അജ്മലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാട്ടുകാരടക്കം പറയുന്നത് ജീവൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു കുഞ്ഞുമോളുടെ. പക്ഷേ ഈ അജ്മൽ ആ ഒരു ഘട്ടത്തിലും ആളുകൾ പലതവണ ഒച്ചയിട്ട് വിളിച്ചിട്ടൊന്നും അജ്മൽ ആ വാഹനമൊന്നും നിർത്താൻ തയ്യാറായില്ല. അജ്മൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ മനഃപൂർവ്വം തന്നെ ഇതറിയാമായിരുന്നിട്ടും അജ്മൽ ഈ വാഹനം കയറ്റി ഇറക്കി എന്നുള്ളതാണ് ഈ കണ്ട നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് അജ്മലിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി അജ്മലിനെ അടക്കം കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് പോകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആന്റണി, ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനിയുണ്ടാകുന്ന തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായും അജ്മലിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് അജ്മലിനെതിരെ. സാധാരണ വാഹനാപകടങ്ങളിൽ സാധാരണ എടുക്കാറുള്ളത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ്. ഈ അപകടം അല്ലെങ്കിൽ ജീവന് ഭീഷണി സംഭവിക്കുമെന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും വാഹനവുമായി അജ്മൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് എഫ്ഐആറിലടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് പോലീസ് കേസെടുക്കുന്നത്. മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കി അജ്മലിനെ റിമാൻഡിലേക്ക് വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി ആന്റണി, ദാരുണ സംഭവം തന്നെയായിരുന്നു. വിശദാംശങ്ങളാണ് ആന്റണി ജോർജ് നൽകിയത്.